ഇന്ന് ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റിന് ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങിയപ്പോൾ വലിയ മഴയൊന്നും കണ്ടില്ല, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടാനൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും പതിവില്ലാതെ ഒരു പുതുതായിട്ടൊരു സ്ഥലം കിട്ടി. ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം കാണുന്നത്. കുറച്ച് വില്ലാസ് പണം നടക്കുന്ന ഒരു ഏരിയയാണ്. ബട്ട് ഇതൊരു പ്രൈവറ്റ് ഏരിയ കൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചുമ്മാ ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് ഡെലിവറി ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കണ്ടെയ്നർ റോഡ് എത്തി. അപ്പോൾ ഈ ഒരു സ്ഥലം എപ്പോൾ ഷൂട്ട് ചെയ്താലും നല്ല കിടിലം ഫ്രെയിമാണ്. എങ്ങനെ വെച്ചാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ കളമശ്ശേരിയിലൊരു ഫുഡ് ഡെലിവറിക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റുഡിയോ കാണുന്നത്. ഇതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ സ്റ്റുഡിയോ. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ഈ സ്റ്റുഡിയോ കൊണ്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോയിട്ടില്ല. സ്റ്റുഡിയോയുടെ പരിസരം അവർ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 5 മണിയായപ്പോഴത്തേക്കും പൂരം മഴയാണ്. പിന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പോലും പറ്റാത്ത പോലെ ശരി മഴയായിരുന്നു. 12 മണി തൊട്ട് 10 മണിയുള്ള ഷിഫ്റ്റിനാണ് ഞാൻ ഓടുന്നത്. അതിലെ ഷിഫ്റ്റിൻ്റെ ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും ഒരു ഓർഡർ കിട്ടി. കസ്റ്റമറിൻ്റെ പ്രോപ്പർ അഡ്രസ്സും ഇല്ല. ഡു നോട്ട് കോൾ ആൻഡ് ഡു നോട്ട് ബെൽ എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാം എനേബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡോണ്ട് കോൾ കസ്റ്റമർ എന്ന് പറയുന്ന ഓപ്ഷൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കസ്റ്റമറെ വിളിക്കാൻ പാടില്ല എന്നാണ്. ബട്ട് ഇതിൽ പ്രോപ്പർ അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിളിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോലും കസ്റ്റമറിൻ്റെ യാതൊരു റെസ്പോൺസും ഇല്ല. കസ്റ്റമർ തിരിച്ചു വിളിക്കുന്നുമില്ല, കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല എന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വെയിറ്റിംഗ് ടൈം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓർഡർ ട്രാൻസ്ഫർ ആവുന്നതാണ് ചെയ്യുന്നത്. വേറൊരു കസ്റ്റമർക്ക് ഈ ഒരു ഓർഡർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.